അങ്ങനെ രാവിലത്തെ ആലപ്പുഴ എക്സിക്യൂട്ടീവിന് ഞങ്ങൾ മീഡിയ വിസിറ്റിനായിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ്. കുറച്ച് കുട്ടികൾ കോഴിക്കോട് നിന്നും വടകരയിൽ നിന്നൊക്കെ ആയിട്ട് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നാട്ടിൽ നിന്ന് തന്നെ. ബാക്കിയുള്ളവരൊക്കെ കണ്ണൂരിൽ നിന്ന് തന്നെ കയറി. നമ്മൾ നേരെ ഇറങ്ങിയത് ആലുവയിലാണ്. ആലുവയിൽ നിന്ന് ബസ് പിടിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ടർ ചാനലിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. എല്ലാവരും ഏകദേശം ടയേർഡാണ്, വിശക്കുന്നുണ്ട്. നമ്മുടെ ഗജാഞ്ചി ആയിട്ട് അതായത് നന്ദഗോപനാണ്. അപ്പം നന്ദഗോപൻ ആൾക്കാരുടെ എണ്ണം എടുക്കുന്നുണ്ട്. യുക്കു എണ്ണത്തിലൊന്നുമില്ല, പക്ഷേ യുക്കുവിന് എണ്ണം ആരതീനെയാണ്. ആരതീനെ മേമീന്ന് വിളിച്ചിട്ടാണ് അവൾ പോകുന്നത്. നാട്ടിൽ നല്ല മഴയും ഇവിടെ പൊരി വെയിലുമായിരുന്നു. ഞങ്ങളെല്ലാവരും ശരിക്കും ടയേർഡായി. ഇങ്ങനെ റിപ്പോർട്ടറിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക ഞങ്ങൾ. ഇവിടുത്തെ അലൂമിനി ആയിട്ടുള്ള ആതിരേനെയും അനഘേനെയും കണ്ടു. ദെൻ അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ ഓരോ സെക്ഷനിലും എന്തൊക്കെ ഡ്യൂട്ടീസ് നടക്കുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ദെൻ അവിടുന്ന് കുറച്ച് നേരം ഒന്ന് എ സിയിലൊക്കെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു, ചൂടായതുകൊണ്ട്. പിന്നെ നമ്മൾ നേരെ തിരിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ദെൻ യുക്കു ഇനിയും ആരതീനെ വിട്ടിട്ടില്ല, ആരതി ശരിക്കും പെട്ടുപോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. എല്ലാവരും ടയേർഡാണ്. അത് നമ്മൾ കളമശ്ശേരി ടൗൺ മെട്രോ കയറിയിട്ട് MG റോഡിന് ഇറങ്ങി. അവിടെയാണ് ഞങ്ങളുടെ റൂം പറഞ്ഞിട്ടുള്ളത്. റൂമിലെത്തി ഞാനും യുക്കു ഒന്ന് ഫ്രഷായിട്ട് ചായയൊക്കെ കുടിച്ചു വന്നിട്ട് കുറച്ച് നേരം കിടന്നു. ബാക്കി എല്ലാവരും വന്ന ക്ഷീണത്തിൽ കിടന്നുറങ്ങി. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ലോഞ്ച്. നമ്മൾ പീറ്റേഴ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷന് അടുത്തുള്ള ഒരു ഡോർമെട്രിയിലാണ് താമസിച്ചത്. അത്യാവശ്യം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു. ഹലോ ഗായ്സ്, നമ്മൾ എസ്കലേറ്ററിലാണ്. യുക്കു ഉണ്ട്. യുക്കു ഹായ് പറയൂ. യുക്കു ഹായ് പറ. യുക്കുവിൻ്റെ മേമിയും എസ്കലേറ്റർ കടന്നെത്തി ഗായ്സ്. യെസ് ഗായ്സ്, നമ്മുടെ ടീച്ചർ ഉണ്ട് നമ്മുടെ ഇവിടെ. അതിനെ മിസ് എന്താ പറയാനുള്ളത്? നമ്മളെല്ലാരും ബ്ലാക്ക് ആണ്. കലൂരേക്ക് പോവാണ്. അവിടുത്തെ ദേശാഭിമാനി വിസിറ്റാണ് നമ്മുടെ അടുത്ത ടാർജറ്റ് എന്ന് പറയുന്നത്. യുക്കു എവിടെ വെളിച്ചം കണ്ടാലും അവിടെ തൊഴുന്ന അവസ്ഥയാണുള്ളത്. അവളെ ഭക്തിന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട് പലപ്പോഴായിട്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ദേശാഭിമാനിയിലേക്ക്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം.